ഹായ് നമസ്തേ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. ചെറിയൊരു വർക്കാണ്, ഒരു ഫ്ലവർ പെയിൻറ്റിംഗ്. ഓക്കെ, ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ അത് ആദ്യം തന്നെ പറയാം. ചിത്രാപ്പെട്ട് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് കേട്ടോ. A4 സൈസിൻ്റെ ഒരു സ്കെച്ച് ബുക്കാണ് ആക്ച്വലി ഇത്. സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം നമുക്കൊരു പെൻസിൽ സ്കെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പെൻസിൽ വേണമെങ്കിലും ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം 2B പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു കംഫർട്ട് അതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് അതിനെ സെലക്ട് ചെയ്യാം. 2B പെൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ HB ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഓക്കെ. ഇവിടെ 2B ലെഡ് ഉള്ള മെക്കാനിക്കൽ പെൻസിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കളറിംഗ് ആണ് കേട്ടോ. ഇവിടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രസ്ട്രോയുടെ വാട്ടർ കളറും അതുപോലെ തന്നെ ഫൈബർ കാസ്റ്റലിൻ്റെ വാട്ടർ കളറുമാണ് കേട്ടോ. വാട്ടർ കളർ ട്യൂബ്സ് ആണ്. സോ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഉള്ളത് അതിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ക്യാമലും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാമൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ വിത്ത് ക്യാമൽ. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കളറ് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കളേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്തും ക്യാമലുണ്ട്. നല്ല ക്വാളിറ്റിയാണ് ക്യാമലിനുള്ളത്. ഇനി അടുത്ത ഒരു ബിഗ്ഗസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കളേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹിയർ റാൻഡംലി ഐ ആം ചൂസിങ് സം കളേഴ്സ്. ഓക്കെ, കളേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നതിന് മുന്നേ ഇവിടെ നിങ്ങൾക്ക് ഒരു ബിഹൈൻഡ് ദ സീൻ കാട്ടിത്തരാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇയാളാണ് വീട്ടിലെ താരം ഇപ്പോൾ. എനിക്ക് പെറ്റ്സിനെ ഒത്തിരി ഇഷ്ടമാണെങ്കിലും വളർത്താൻ അത്ര ഇഷ്ടമില്ല കേട്ടോ. അതാണ് സത്യാവസ്ഥ. ബൈ ബൈ ലീ, ബപ്പ ലീ, ഹായ് ബേബി, ഹായ് ബേബി, ഹായ് ഹായ്, ബൈ ലീ. ഇത് കേട്ടപ്പോൾ അയ്യോ ഇതെന്തൊരു ഭാഷയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഞങ്ങൾ വീട്ടിൽ കന്നഡയാണ് സംസാരിക്കാറ് കേട്ടോ. അതാണ് ആ ഭാഷ. നമുക്കിനി മെയിൻ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാം. ലെമൺ യെല്ലോ, അതുപോലെ തന്നെ സ്കാർലെറ്റ്, കൂടാതെ യെല്ലോ ഓക്കർ, പേർഷ്യൻ ബ്ലൂ, ഇങ്ങനെയുള്ള കളേഴ്സാണ് കേട്ടോ. ഒരു കാര്യം കൂടെ പറയാം, ഞാനൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ്. ഇതിന് മുന്നേയുള്ള വീഡിയോകളിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഞാനൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ എനിക്കുണ്ട്. എനിക്ക് ആരും ഈ കളർ മിക്സ് ചെയ്യുന്നതായിക്കോട്ടെ, എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ഈ ചിത്രത്തിൽ, അതായത് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് യെല്ലോ, ലെമൺ യെല്ലോ ആണ് കേട്ടോ. ആ ലെമൺ യെല്ലോയുടെ ഡെപ്ത്ത് കുറച്ചും കൂടെ കൂട്ടാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് സ്കാർലറ്റ് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിലുള്ള പെറ്റൽസ് ഉണ്ടല്ലോ, ആ പെറ്റൽസിൽ മുഴുവനായിട്ടൊരു മെജന്ത കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഫാബർ കാസ്റ്റലിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു കളർ കിട്ടാനുണ്ട്. പിങ്ക് പർപ്പിളിനോ മറ്റോ എന്തോ ആണ്, അങ്ങനെ ഒരു പേരിലാണ് ആ കളർ ഉള്ളത്. ഇനി അതില്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിംസൺ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പേർഷ്യൻ ബ്ലൂ മിക്സ് ചെയ്താൽ മതി. അതുപോലെ ഈ ചിത്രത്തിലെ മറ്റൊരു കളർ കോമ്പിനേഷനാണ് പേർഷ്യൻ ബ്ലൂ പ്ലസ് സ്കാർലറ്റ്. അതാണ് ആ ഗ്രേഷ് കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടർക്കോയിസ് ബ്ലൂ പ്ലസ് പേർഷ്യൻ ബ്ലൂ ആണ്. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു എന്ന് മാത്രം. ആ ഒരു കോൺട്രാസ്റ്റ് കളർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനതിനെ ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഈ പറയുന്ന കളർ മിക്സിങ്ങിനെ കുറിച്ചൊക്കെ കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. എൻ്റെ പ്രാക്ടീസിലൂടെ മാത്രം ഞാൻ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ മെസ്സേജ് മീ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്.